ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നേരെ നമുക്ക് കഥ തുടങ്ങാം. അല്ലേ വേണ്ട, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലില്ലാത്തവരൊക്കെ അങ്ങോട്ട് വന്നോളൂ കേട്ടോ. നല്ല രസമായിട്ട് കഥ കേട്ട് പോകണ്ടായോ അല്ലേ? അപ്പോൾ ഗ്രൂപ്പിലില്ലാത്തവരൊക്കെ ഗ്രൂപ്പിൽ വരാൻ മറക്കല്ലേ. പിന്നെ അഭിപ്രായങ്ങൾ പറയുക, കഥ ഇഷ്ടമാവുകയാണെങ്കിലൊക്കെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോഴല്ലേ വീണ്ടും വീണ്ടും കഥ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങിയാലോ. സമയം രാത്രി 9 മണിയാകുന്നേ ഉള്ളൂ. വണ്ടിയെടുക്കാൻ ഇനിയുണ്ട് 1.5 മണിക്കൂർ. ബാഗും തോളിലിട്ട് നിൽക്കുന്ന അനീഷ് ഇടുക്കിയിലേക്ക് പോകാനായാണ് ബസ് കാത്തു നിൽക്കുന്നത്. കൊല്ലത്തുകാരനായ അവൻ ജോലി ചെയ്യുന്നത് ഇടുക്കിയിലെ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഒരു എസ്റ്റേറ്റിലാണ്. 1-2 മാസം കൂടുമ്പോൾ നാട്ടിലേക്ക് വരും. കുറച്ച് ദിവസം വീട്ടുകാരും കൂട്ടുകാരൊക്കെ അടിച്ചു പൊളിക്കും, തിരിച്ചു പോകും. ഇതാ ഇപ്പം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 30 വയസ്സുകാരനായ അനീഷ് ഇതുവരെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അതിനൊരു കാരണവും ജോലിസ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നെന്ന് പറയുന്നതാവും ശരി. എസ്റ്റേറ്റിലെ സൂപ്പർവൈസറായ അവൻ റബ്ബർ വെട്ടാനും ഏലത്തിന് വളവിടാനും ഒക്കെ വരുന്ന ചില പെണ്ണുങ്ങളുമായി വഴിയിലെങ്ങനെ വിട്ട ബന്ധമൊക്കെ പുലർത്തിയിരുന്നു. ഒരെണ്ണത്തിനെ കൊണ്ട് നടക്കുന്നതിനേക്കാൾ സുഖമല്ലേ പലതിനെയും മാറി മാറിക്കൊണ്ട് നടക്കുന്നത്. അതായിരുന്നു അനീഷിൻ്റെ അഭിപ്രായം. പെണ്ണുങ്ങളോട് സംസാരിക്കാനും സംസാരിച്ച് വശീകരിക്കാനും വശീകരിച്ച് അത് നടത്താനും അവനൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഇടുക്കിയിലേക്ക് 5-6 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിലും പോകാൻ രാത്രി സമയം തന്നെ തിരഞ്ഞെടുത്തതിലും വേറെയും കാര്യമുണ്ടായിരുന്നു. 100-200 കൊടുത്ത ബസ് സ്റ്റാൻഡിൻ്റെ പിറകിലേക്ക് വരുന്ന ടീംസ് കളിച്ച് കുറച്ച് പേരവിടെ ഇല്ലേ, അതായിരുന്നു അവിടുത്തെ പരിപാടി. ദിവസങ്ങളായി ഇങ്ങനെ കാണാത്തതിൻ്റെ ഒരു ഇതും ബാറിൽ കയറി ഒരു പെഗടിച്ചതിൻ്റെതും നല്ല പോലെ ഇങ്ങനെ വൈബായിരുന്നു. പക്ഷേ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ എല്ലാം നടക്കണമെന്നൊന്നും ഇല്ലല്ലോ. ബസ് സ്റ്റാൻഡ് കെട്ടിട വരാന്തയിലെ കസേരയിലേക്ക് ഇരുന്ന് അവൻ ബാഗ് സൈഡിലേക്ക് വെച്ചുകൊണ്ട് ഫോൺ കയ്യിലേക്കെടുത്തു. നിമിഷങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. ഇൻസ്റ്റാഗ്രാമിലെ റീൽസിലും ലയിച്ച് വന്നു പോകുന്ന ആളുകൾക്കിടയിലായിരുന്നു സമയം വെറുതെ കഴിയുമ്പോഴാണ് ആരോ പിറകിന്ന് തോളി തോണ്ടിയത്. ആളുകൾ നിരന്തരം വരാന്തയിലൂടെ പൊയ്ക്കൊണ്ടിരുന്നതിനാൽ അറിയാതെ വല്ലതും തട്ടിയതായിരിക്കുമെന്ന് കരുതി അനീഷ് തിരിഞ്ഞപ്പോഴും നോക്കാതെ വീണ്ടും ഫോണിൽ ശ്രദ്ധിച്ചു. ഹലോ എന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും തോളി തോണ്ടിയതും അവൻ വേഗം തന്നെ തല തിരിച്ച് പിന്നിലേക്ക് നോക്കി. പിന്നീട് നിന്ന ആളിനെ കണ്ടതും അവനൊന്ന് ഞെട്ടി. കണ്ണെടുക്കാതെ ഒരു നിമിഷം നോക്കി നിന്ന് പോയ അനീഷ് ആശയക്കുഴപ്പത്തിലായിരുന്നു. ഒരു 35-40 വയസ്സ് തോന്നിക്കുന്നൊരു സ്ത്രീ. എന്നാ അവനെ ഞെട്ടിച്ചതും ആശയക്കുഴപ്പത്തിലാക്കിയതും സിനിമാ സീരിയൽ നായിക മീര വാസുദേവൻ്റെ അതേ മുഖച്ഛായയായിരുന്നു. എന്തായിച്ചി? ആദ്യ നോട്ടത്തിൽ തന്നെ അവർക്ക് തന്നെക്കാളും പ്രായം കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കി അവൻ സ്വപ്ന ലോകത്തു നിന്നിറങ്ങി കാര്യം തിരക്കി. അവരുടെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. ഈ ഇടുക്കിക്കുള്ള ബസ് പോകാറായോ? ആ കിളിനാദം വീണ്ടും മുഴങ്ങി. ഇല്ലേച്ചി, ഞാനും അതിനു വേണ്ടി കാത്തിരിക്കുക. തിരക്കിയപ്പോൾ പറഞ്ഞത് വണ്ടി എടുക്കാൻ 10:30 ആവുമെന്നാണ്. ആണോ? ഞാനും ഇടിക്കുക. അവരതും പറഞ്ഞ് പിന്നിൽ തന്നെ മുന്നിലേക്ക് വരുമ്പോൾ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിലെന്ന പോലെ അനീഷിൻ്റെ കണ്ണുകൾ പാഞ്ഞത് അവിടേക്കൊക്കെ തന്നെയായിരുന്നു. മുഖം മാത്രമല്ലല്ലോ, മൊത്തത്തിൽ അതിവേഗം എല്ലാം അവനെ ആകർഷിച്ചു. ഫുള്ളായിട്ടൊന്ന് സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അവനൊന്ന് ഇളകിയെന്ന് വേണം പറയാൻ. കണ്ട ഒറ്റ സെക്കൻഡിൽ തന്നെ ഫുൾ സ്കാൻ ചെയ്ത് അത് മനസ്സിലേക്ക് പകർത്തി അനീഷ്. എന്നിട്ട് ആള് നല്ല പരിചയമുള്ള ആളിനെ പോലെ അവൻ്റെ തൊട്ടടുത്ത സീറ്റിൽ തന്നെ വന്ന് ഇരിപ്പ് ഉറപ്പിച്ചു. അവരോട് കൂടുതൽ അടക്കാൻ മനസ്സ് വല്ലാത്ത വെപ്രാളം കാണിച്ചെങ്കിലും അങ്ങോട്ട് കയറി മുട്ടിയിട്ട് മിണ്ടാൻ താല്പര്യം കാണിച്ചില്ലെങ്കിൽ ഇട്ടിക്ക് വരെയും നാണം കെട്ടിരിക്കേണ്ടി വരും. കുറച്ചൊന്ന് പിന്നിലേക്ക് വലിഞ്ഞ അനീഷ് വീണ്ടും ഫോണിലേക്ക് നോക്കി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണും. കയ്യിലിടുന്ന ബാഗും മറ്റു സാധനമൊക്കെ ഒതുക്കി സൈഡിലേക്ക് വെച്ചവർ അവനെ ഒന്ന് നോക്കി. ഇടുക്കിലെവിടെയാ വീട്? അവർ പുഞ്ചിരി വിടർത്തി ചോദിച്ചതും ഫോണിൽ നിന്ന് ശ്രദ്ധ മാറ്റിയ അനീഷും
അവരെ ഒന്ന് നോക്കി ചിരിച്ചു. വീട് ഇവിടെ അടുത്താ ചേച്ചി. ഞാൻ ജോലി ചെയ്യുന്നത് കുമിളിയിലാണ്. ഞങ്ങളും കുമിളിക്കാണ്. അവിടെ എവിടെയാണ് ജോലി? അടുത്ത ചോദ്യം എത്തി വേഗം തന്നെ. അവിടെ കുമിളിക്കടുത്തുള്ളൊരു എസ്റ്റേറ്റിലെ സൂപ്പർവൈസറാ. ചേച്ചിയുടെ വീട് കുമിളിയിലാണോ? ആ, വീട് കുമിളിയിലാ. ഇവിടെ ചേട്ടന് ബന്ധു വീടുണ്ട്, അവിടേക്ക് വന്നതായിരുന്നു. ആണോ? എന്നിട്ട് ചേട്ടൻ എവിടെ? അനീഷ സംസാരം നിർത്താൻ താല്പര്യം കാണിക്കാതെ അടുത്ത ചോദ്യം എറിഞ്ഞു. മോന് വെള്ളം കുടിക്കണമെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ആ കടയിലോട്ട് കയറി. ഇയാളുടെ പേരെന്താ? അനീഷ്. ചേച്ചിയുടെയോ? നിമ്മി. അവൾ ചിരിച്ചുകൊണ്ട് മറുപടി പറയുമ്പോൾ തൊട്ടടുത്തിരുന്ന അവൻ്റെ മൂക്കിലേക്ക് പാഞ്ഞു കയറുണ്ടായിരുന്നു അവളുടെ ഗന്ധം നിറഞ്ഞ ഗന്ധം. ജോലിക്ക് വരുന്ന പല പെണ്ണുങ്ങളെയും ഏലക്കാടുകളിലിട്ടും റബ്ബറും തോട്ടത്തിൻ്റെ ഇട്ടും രാത്രികൾ മുറിയിലേക്ക് വിളിച്ചു കയറ്റിയൊക്കെ നല്ല രീതിക്ക് പണിതിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു നിമ്മിയെപ്പോലൊരു സുന്ദരിയെ എത്ര അരികിൽ ഇരിക്കാൻ പോലും ഭാഗ്യം ലഭിച്ചത്. എന്നാൽ കൂടെ കെട്ടിയവരും കുട്ടിയുണ്ടെന്നറിഞ്ഞപ്പോൾ ഉള്ളിലുണർന്നതൊക്കെ അങ്ങ് പതിയെ പത്തിമടക്കി തുടങ്ങി. രണ്ടുപേരുടെയും ചോദ്യങ്ങൾ പതിയെ തീർന്നു തുടങ്ങിയതും അവളുടെ കെട്ടിയോനും 10-12 വയസ്സ് പ്രായം തോന്നിക്കുന്ന മകനും ആ കടയിൽ നിന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. നിമ്മിയുടെ അടുത്തിരുന്നത് കൊണ്ടാവണം അയാൾ അവനെ ഒന്ന് നോക്കി ചിരിച്ചു. അനീഷും അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. എന്നാൽ പെണ്ണുങ്ങളുടെ ഭൂമിശാസ്ത്രം വരെ അരച്ച് കുറുക്കി കുഴിച്ചിട്ടുള്ള അവന് ഒരു കാര്യം നല്ലപോലെ മനസ്സിലായി. ചേച്ചി ആഗ്രഹിക്കുന്ന പോലൊന്നും ചേട്ടന് കൊടുക്കാൻ പറ്റില്ലെന്ന്. 19 വയസ്സോളം പ്രായം തോന്നിക്കുന്ന അയാൾ കാണാനൊക്കെ സുന്ദരനായിരുന്നെങ്കിലും ഗർഭിണി പെണ്ണുങ്ങളെയും തോൽപ്പിക്കുന്ന കൊടവയറും ഒട്ടും ഉന്മേഷമില്ലാത്ത അയാളുടെ പ്രകൃതവും അവനെ വീണ്ടും നിമ്മിയിലേക്ക് കൂടുതൽ ആകർഷിച്ചു എന്ന് വേണം പറയാൻ. നല്ല മുഖപരിചയം, എവിടെയോ വെച്ച് കണ്ട പോലെ തോന്നുന്നത് തന്നെ. അയാൾ അനീഷിനെ തന്നെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ ചിരിച്ചുകൊണ്ട് നിമ്മിയോട് പറഞ്ഞ കാര്യങ്ങൾ അയാളോടും പറയാൻ തുടങ്ങി. വലത് സൈഡിൽ നിമ്മിയും ഇടത് സൈഡിൽ അവളെ കെട്ടിയവരും വാതോരാതെ സംസാരിക്കുമ്പോൾ തമാശകൾ പറഞ്ഞ് അനീഷും അവരെ കയ്യിലെടുത്തിരുന്നു. ഇതിനിടയിൽ പലതവണ നിമ്മിയുടെയും അനീഷിൻ്റെ കണ്ണുകൾ ഉടക്കി. സംസാരിക്കാൻ കൂടുതൽ ഇഷ്ടമുള്ള നിമ്മി വേഗം തന്നെ അവനുമായി അടുക്കാൻ തുടങ്ങി. സംസാരങ്ങൾക്കിടയിൽ ചേർന്നിരുന്ന് മുട്ടിയിരുമിന്ന് വേണം പറയാൻ. ചില തമാശകളിൽ ആർത്ത് ചിരിച്ച് നിമ്മ ഇടത് കൈകൊണ്ട് അടിക്കും. അങ്ങനെ സമയം മുന്നോട്ട് നീങ്ങി. അവിടെ എത്തും മുമ്പ് ചേച്ചി എങ്ങനെയെങ്കിലും സെറ്റാകണമെന്ന ചിന്ത മാത്രമായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അത്രയ്ക്കും മോഹിപ്പിച്ചിരുന്നു നിമ്മി എന്നെ ആ കാട്ടു സുന്ദരി. ഇതിനിടയിൽ ഇടുക്കിയിലേക്കുള്ള വണ്ടി സ്റ്റാൻഡിലേക്ക് എടുത്തിട്ടതും അവർ 4 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ തമാശകളും പറഞ്ഞ് ബസ്സിനടുത്തേക്ക് നടന്നു. നിമ്മിയുടെ കെട്ടിയവനും മകനും കൂട്ടുകാരെ പോലെ കൈകൾ കോർത്ത് പിടിച്ച് മുന്നിൽ നടക്കുമ്പോൾ നിമ്മിയുടെ അഴകും ആസ്വദിച്ചായിരുന്നു അനീഷ് പിറകി നടന്നത്. അതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒന്ന് ഇളകി ആടുമ്പോൾ അവൻ ആകെ തീ പിടിച്ച അവസ്ഥയും. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? നിമ്മി ബസ്സിൻ്റെ വാതിലിലേക്ക് കയറിയതും തൊട്ട് പിന്നാലെ കയറിയ അനീഷ് മെല്ലെ പറഞ്ഞു. അനീഷെ, എനിക്ക് ആ സീറ്റ് കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവിടെ വരെ നിൽക്കേണ്ടി വരും. അവൾ വാതിൽ തിരക്കിൽ വെപ്രളം കാണിക്കുമ്പോൾ അനീഷിൻ്റെ പിറകിൽ നിന്നവർ അവനെ തള്ളി നിമ്മിയുടെ പിറകിലേക്ക് ചേർത്തിരുന്നു. ആ പഞ്ഞിക്കെട്ടിലേക്ക് അമർന്നതും അവനാകെ ചൂട് കയറിയ സുഖം. ആദ്യമേ കയറി അവളുടെ കെട്ടിയവനും മകനും സീറ്റ് ഉറപ്പിക്കുമ്പോൾ ഞെരഞ്ഞമർന്നായിരുന്നു നിമ്മിയും അനീഷും ഉള്ളിലേക്ക് കയറിയത്. കെട്ടിയവൻ്റെ മുന്നിലെത്തിയതും നിമ്മി രണ്ടുപേരും നോക്കിയെന്ന് ചിരിച്ചിട്ട് കയ്യിലിരുന്ന ബാഗ് എടുത്ത ആളെ ഏൽപ്പിച്ചുകൊണ്ട് തൊട്ട് പിറകിലെ സീറ്റിലേക്ക് കയറി. അനീഷെ, നമുക്കിവിടെ ഇരിക്കാം. അവളത് ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ആ സീറ്റിലേക്കിരുന്നു. മുന്നിലായി കെട്ടിയവനും മകനും, തൊട്ട് പിന്നിലായി നിമ്മിയും അനീഷും സീറ്റുകൾ ഉറപ്പിച്ചു. 2 പേർക്കും കഷ്ടച്ചിരിക്കാൻ കഴിയുന്ന സീറ്റിൽ 2 പേരും നല്ല മുട്ടിയുരുമിയിരുന്നു. ഓ, വെറുതെ കിടന്ന് തള്ളി നോക്കി, ഇപ്പം സീറ്റുകളിൽ ഇരിക്കാനുള്ള ആളേ ഉള്ളൂ, നിമ്മി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ കല്യാണത്തിന് ആഹാരം കഴിക്കാനും ബസ്സിലേക്ക് ഓടിക്കയറി തിരക്കുണ്ടാക്കാനും മലയാളികളെ കഴിഞ്ഞല്ലേ ഉള്ളൂ ചേച്ചി, വേറെ ആളുകൾ.
അത് ശരിയാ. അനീഷും മലയാളിയുടെ സ്വഭാവം കാണിച്ചത് കൊണ്ട് വേഗം ഇങ്ങെത്താൻ പറ്റി. നിമ്മി അവനെ നോക്കി പറഞ്ഞു. അതിന് മറുപടിയായി അനീഷ് മെല്ലെ ഒന്ന് ചിരിച്ചു. രണ്ടുപേരും അധികം ഒച്ചയ്യാത്താതെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ അവൻ്റെ നോട്ടം മുഴുവൻ അവിടെ ഇവിടൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ വണ്ടി സ്റ്റാൻഡിൽ നിന്നെടുക്കാൻ ഇനിയും 10-15 മിനിറ്റോളം ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വണ്ടിയിലേക്ക് കയറിയിരുന്നതും ശരീരം വല്ലാണ്ട് വിയർക്കാൻ തുടങ്ങി. വല്ലാത്ത ചൂടല്ലേ ചേച്ചി? അനീഷ് അതും പറഞ്ഞ് ഉടുപ്പിന് 2 ബട്ടണങ്ങ് മാറ്റി. അനീഷ് പുറത്തുനിന്നപ്പോൾ എത്ര ഇല്ലായിരുന്നു, അകത്തേക്ക് കയറിയപ്പോൾ മനുഷ്യൻ്റെ പുഴുങ്ങുക. നിമ്മി കയ്യിലിരുന്ന് തൂവാല കൊണ്ട് മുഖത്തും കഴുത്തും ഒക്കെ പൊടിഞ്ഞ് വിയർപ്പ് തുള്ളികൾ തുടച്ചു. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കുളിക്കണ്ടല്ലോ, അതുപോലല്ലേ ചേച്ചി ഇതായേക്കുന്നത്? അനീഷ് കളിയാക്കി. ഓ, ഞാൻ പണ്ട് ഇങ്ങനെ അനീഷ്, ചെറിയ ചൂടടിച്ചാൽ പോലും നല്ലോണം വിയർക്കും. ആ, അതെനിക്ക് മനസ്സിലായി. കണ്ടില്ലേ കൈ പോലും നനവ് പടരുന്നത്? അവൻ അതും പറഞ്ഞ് നിമ്മിയുടെ കയ്യിലിടെ ആ വിയർപ്പ് കാണാനൊക്കെ ഇങ്ങനെ തോണ്ടി. അയ്യേ, വിയർപ്പാടാ. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈ തൂവാല കൊണ്ട് തുടച്ചു. ആഹാ, ചേച്ചിക്ക് വിയർക്കുന്നത് ബുദ്ധിമുട്ട്, എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ശരീരം വിയർക്കാൻ. വല്ലാത്തൊരു ഉന്മേഷമാണേ വിയർക്കുമ്പോൾ. അത് കൊള്ളാമല്ലോ. ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ വീട്ടിലോട്ടൊക്കെ വാ, പറമ്പിൽ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അവൾ കളിയാക്കി ചിരിച്ചുകൊണ്ട് അനീഷിനെ ഒന്ന് ഇതാക്കി. നിമ്മിയുടെ പതിഞ്ഞുള്ള സംസാരവും ആ ചിരിയും അവനിൽ എങ്ങനെ എന്തോ ഒരു ഫീലൊക്കെ ഉണ്ടാക്കി. എന്താ, ഒന്ന് എറിഞ്ഞു നോക്കാൻ തന്നെയായിരുന്നു അനീഷിൻ്റെ തീരുമാനം. സീറ്റിന് പൊക്കമുള്ള കാരണം മുന്നിലിരിക്കുന്നത് അവളുടെ കെട്ടിയനെ കാണാൻ സാധിക്കില്ല എന്നറിഞ്ഞ അവൻ വീണ്ടും വലത് കൈ പൊക്കി ചിരിച്ച് നിമ്മിയുടെ കൈ ഇതാക്കി. ഞാൻ റെഡിയാ, ഒരുപാട് നാളാകുന്നു പറമ്പിലൊക്കെ ഇറങ്ങി നല്ല പോലെ ഒന്ന് പണിയെടുത്ത് വിയർത്തിട്ട്. അത്രയ്ക്ക് ഇഷ്ടമാണോ അപ്പോൾ പണിയെടുക്കാൻ? നിമ്മി അത് ചോദിക്കുമ്പോൾ മുഖഭാഗം ആകെ മാറിയിരുന്നു. എന്തൊക്കെയോ അവളും കൊതിച്ചു തുടങ്ങിയ പോലെ. സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയ സ്റ്റാൻഡിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയതും അനീഷ ഇരുണ്ട വെളിച്ചത്തിൽ മെല്ലെ അവളുടെ കയ്യിലോടൊന്ന് തലോടി. ചില പറമ്പ് കണ്ട അറിയില്ല ചേച്ചി, ഉഴുതു മറിക്കാൻ ആളില്ലാതെ കിടക്കുവന്ന് അനീഷ് ഇങ്ങനെ നോക്കി വെള്ളമിറക്കി പറഞ്ഞു. അങ്ങനെ തോന്നിയോ? ആളൊക്കെ ഉണ്ട്, പക്ഷേ പണിയെടുക്കാൻ മടിയാ. അവൻ്റെ നോട്ടം കണ്ട് നിമ്മിയും വിട്ടുകൊടുക്കാതെ മറുപടി പറഞ്ഞ് കൊഞ്ചി ചിരിച്ചു. എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ആളെ ഒന്ന് മാറ്റി നോക്ക്, നല്ലപോലെ വിളവെടുക്കാം. അനീഷ് കൈ താഴ്ത്തി നിമ്മിയുടെ കയ്യിൽ കോർത്ത് പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ചേച്ചി, ആഗ്രഹമൊന്നുമില്ലേ? അവൾ മറുപടി പറയാതെ നിന്നതും അനീഷ് വീണ്ടും ചോദിച്ചു. ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ അനീഷ്, അതിനുള്ള ഭാഗ്യവും വേണ്ടായോ? സമ്മതമാണെങ്കിൽ ഞാൻ റെഡിയാ ഈ പറമ്പ് മുഴുവൻ എഴുതും മറിക്കാൻ. അപ്പോൾ അവൾ മുന്നിലേക്കൊന്ന് തലപൊക്കി നോക്കിയിട്ട് മെല്ലെ എന്ന് ചിരിച്ചു. ചേച്ചി എതിർപ്പ് കാണിക്കാതെ എന്തിനും തയ്യാറെന്ന പോലെ കാലിങ്ങനെ ഇതാക്കി രസിക്കുമ്പോൾ അവൻ്റെ വലത് കൈ റെസ്റ്റില്ലാതായി തുടങ്ങിയിരുന്നു. നിമ്മി പതിയെ അവൻ്റെ തോളിലേക്ക് ചെറിഞ്ഞു. എന്താ മോൻ്റെ ഉദ്ദേശം? തുറന്നു പറയാലോ, എനിക്ക് ചേച്ചി ഒന്ന് ആക്കിയേ കൊള്ളാമെന്നുണ്ട്. ഐ, എന്തൊക്കെയാ പറയുന്നത്, ആരെങ്കിലും കേൾക്കൂട്ടോ. അവൾ മൊത്തത്തിൽ ഇളകിയിട്ട് നാണം കാണിച്ചോണ്ടാണ് അത് പറഞ്ഞത് തന്നെ. അപ്പം തന്നെ മനസ്സിലാക്കിക്കൂടെ അവൾക്ക് ഓക്കെ ആണെന്നുള്ള കാര്യം? എന്താ ചേച്ചിക്ക് വേണ്ടായോ? അവൻ അവിടെ നിന്ന് കൈയെടുത്ത് മാറ്റി. എന്തൊക്കെയാ കാണിക്കുന്നത്? അടങ്ങിയിരിക്കേ, അറിയില്ലേ മോനെ? ഏതൊക്കെ കണ്ട എങ്ങനെ അടങ്ങിയിരിക്കും എൻ്റെ നിമ്മി ചേച്ചി? എനിക്ക് കണ്ടപ്പോൾ തൊട്ട് സെറ്റായതാ. വൃത്തികെട്ടവൻ. നിമ്മി ഒന്ന് നുള്ളി അവനെ. ഓ, ഒന്ന് നുള്ളാതെ മേലേക്ക് കഴിച്ചൊന്ന് നുള്ളോ, അതാ ഒരു സുഖം. അയ്യടാ, എന്നിട്ട് വേണം ആരെങ്കിലും കാണാൻ. ഓ, നാട്ടുകാർ കാണണ്ട, ചേച്ചി കണ്ടാൽ മതി. അനീഷ് മടിയിലിരുന്ന ബാഗ് വെല്ലെന്ന് പൊക്കി കാണിച്ചതും സൈഡിലേക്ക് ചാഞ്ഞിരുന്ന് നിമ്മിയൊന്ന് ഞെട്ടി. ആ തിക്കിറുക്കല്ലാത്ത പാൻസിൻ്റെ മുൻഭാഗം അത്രയ്ക്ക് സെറ്റായിട്ടാണ് നിന്നിരുന്നത്. കണ്ടോ? അവൻ അതും പറഞ്ഞ് ബാഗ് താഴ്ത്തിയതും നിമ്മിയുടെ അടുത്ത് കൈ മെല്ലെ ഇഴഞ്ഞ് അനീഷിന് അവിടേക്കൊന്നതായി. ഒട്ടും പ്രതീക്ഷിക്കാതിലുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ ശരിക്കും അനീഷ് ഒന്ന് വിറച്ചു പോയി. എടി കള്ളി ചേച്ചി, അപ്പോൾ ആഗ്രഹമൊക്കെ ഉണ്ട് അല്ലേ? ആഹാ, ഇത് കല്ലുപോലെ ആയല്ലോ മോനെ എന്ന് നിമ്മിയ അത് നോക്കിയിട്ട് പറഞ്ഞു. കല്ലുപോലെയല്ല, കമ്പി പോലെയാ.
പുറത്തിട്ടിട്ട് തരട്ടെ പിടിക്കാനായിട്ട്? ഏയ് വേണ്ട, ആരെങ്കിലും കണ്ടാൽ ശരിയാവില്ലല്ലോ മോനെ. എങ്കിൽ ഞാനൊന്ന് ഇതാക്കട്ടെ. എന്നിട്ട് അവൻ അവളിലോട്ടായി. അയ്യോ, അത് വേണോ? നിമ്മി കൊഞ്ചി. എന്താ, എനിക്ക് ശരിക്കും ഇതാക്കണ്ടേ? ഈ ബസ്സിലിട്ട് തന്നെ വേണോ? വല്ലാത്ത ആഗ്രഹമാണല്ലോ. ആഗ്രഹമൊക്കെ തീരണമെങ്കിൽ ഇത് ചേച്ചി വിചാരിക്കണ്ടേ? അനീഷിന് അത്രയ്ക്കും കൊതിയുണ്ടോ? തന്നു നോക്ക്, അപ്പം അറിയാം എന്താ ഏതാ കൊതിയെന്ന്. അവൻ ഇങ്ങനെ ഓരോന്ന് രസിപ്പിച്ച് പറയുമ്പോൾ ഇതിനിടയിൽ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ ഒന്നകന്ന് മാറിയെങ്കിലും പോയപ്പോൾ നിർബന്ധിക്കാതെ തന്നെ അവൾ വീണ്ടും അനീഷിലേക്ക് ചാഞ്ഞു. സമയം അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. പരസ്പരം ഓരോന്നാക്കിയും മറ്റു വർത്തമാനങ്ങൾ പറഞ്ഞും കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ അസ്വസ്ഥയിലായിരുന്നു അവരത് പറഞ്ഞു തീർത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ യാത്ര തുടങ്ങിയിട്ട് 2 മണിക്കൂറാകുന്നു. തൊട്ടടുത്ത് ബസ് സ്റ്റാൻഡിൽ ഓപ്പോസിറ്റ് ഇരുന്ന ആളുകളും ഇറങ്ങിപ്പോയതും അനീഷിൻ്റെയും നിമ്മിയുടെയും സീറ്റിന് പുറകിലും സൈഡിലൊന്നും ആളുകളില്ലായിരുന്നു. തൊട്ട് മുന്നിലിരിക്കുന്ന അവളുടെ കെട്ടിയവനും മകനും പുറത്തെ കാറ്റടി കൊണ്ട് എപ്പോഴേ ഉറങ്ങിയിരുന്നു. സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും വണ്ടി മുന്നിലേക്കെടുത്തതും അനീഷ് അവളെ ഒന്ന് നോക്കി. 2 പേരുടെയും ചേരികളിൽ ഏറ്റവും ബുദ്ധിമുട്ടായി സൈഡിലിരുന്നവർ പോയിരിക്കുന്നു. അവൻ്റെ നോട്ടത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി നിമ്മി അതിനേക്കാളും ഏറെ അവസ്ഥയിലായിരുന്നു എന്ന് വേണം പറയാൻ. പിന്നെയും അവരവരുടെ പ്രവർത്തികൾ തുടർന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു, സീറ്റൊന്ന് മാറിയിരിക്കാവോ എന്ന്. എന്തിന്? അതൊക്കെയുണ്ട്. അങ്ങനെ ആ ബാഗൊന്ന് മാറ്റി അവനൊന്ന് എണ്ണീറ്റപ്പോഴത്തേക്ക് അതിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ നിമ്മിയുടെ കണ്ണൊന്ന് വിടർന്നു. അത് അവൾ വല്ലാണ്ട് കൊതിക്കുന്നുണ്ട്. അതുപോലെ നിമ്മി അനുസരണമുള്ള കുട്ടിയെപ്പോലെ ഇങ്ങനെ എണീറ്റ് മാറിയിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ അവരിരുന്നിട്ട് അവളിരുന്നിട്ട് അവനും സ്ഥാനം പിടിച്ചു. എന്തിനാ മാറിയിരിക്കാൻ പറഞ്ഞേ? അതോ, എനിക്കിതാ വാക്ക്. അതൊക്കെ ഒന്ന് നല്ല രീതിക്ക് ആക്കണ്ടേ? ആരും നോക്കാനും കാണാനും ഇല്ല. കിട്ടിയ അവസരം മുതലാക്കണമെന്ന ഉദ്ദേശത്തോടെ അധികാരത്തോടെ അവളുടെ സൈഡിലേക്ക് ചരിഞ്ഞിരുന്ന് അവൻ്റെ ഓരോന്ന് തുടങ്ങി. അപ്പോൾ അവളിൽ ചെറുതായിട്ട് ശബ്ദങ്ങളൊക്കെ വന്ന് തുടങ്ങി. അനീഷെ, ആരെങ്കിലും കാണൂ കേട്ടോ. ആണോ? ഇനി കണ്ടാലും കുഴപ്പമില്ല, എനിക്ക് ഈ പെണ്ണിനെ ഒന്ന് മൊത്തത്തിൽ വേണം. അവൻ പിന്നെ എന്തൊക്കെ ബസ്സിലിരുന്ന് ചെയ്തിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ അല്ലേ? അവൻ ഓരോന്ന് കാട്ടുമ്പോൾ എന്തോ അവൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ലാത്തത് എന്തൊക്കെയോ കിട്ടുന്ന പോലെ അവൾ ആ ബസ്സിനുള്ളിൽ അനുഭവിച്ചത്. അതെ, ഇങ്ങോട്ട് വന്ന് ആക്കാട്ടോ. എന്ത്? എടി പെണ്ണെ, കൂടുതൽ ജാട കാണിക്കാറ് മര്യാദയ്ക്ക് അവിടെ നിന്ന് താക്കിക്കേ. അയ്യേ, എന്താ ചേച്ചി ഇതുവരെ ആക്കിയിട്ടില്ലേ? അവനത് ചോദിച്ച് തലപൊക്കി മുന്നിലേക്ക് നോക്കിയപ്പോൾ സംഭവം അങ്ങോട്ടൊക്കെ പോയപ്പോഴത്തേക്ക് കാർഡ് സെറ്റപ്പൊക്കെ തന്നെയാണ്. അതൊക്കെ ചോദിച്ചപ്പോൾ ആൾ പറയുക, ആളനൊക്കെ ഇല്ലാതെ കിടന്നാൽ കാർഡ് കയറില്ല അനീഷേന്ന്. ഒരു ദിവസം വിളിക്കണം. അന്ന് ആ കാടൊക്കെ വെട്ടിത്തെളിച്ച് ആ തേനൊക്കെ നല്ല രീതിക്ക് ആക്കണം അത്ര. ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലല്ലേ ഉള്ളൂ അതിശയം അല്ലേ? ഇതൊന്നും അല്ല, കാട്ടരുവി നല്ല രീതിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2 ആളും അങ്ങനെ ആ ബസ്സിൽ ആ സീറ്റിലിരുന്ന് ഭർത്താവും മോനും മുന്നിലിരിക്കുകയാണെന്ന് ഓർക്കണേ. അവരുടെ ദാഹങ്ങളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. എന്തല്ലേ? 1ഉം 2ഉം തവണയല്ല, എനിക്ക് തോന്നുന്നുണ്ട് ഒരു 3 തവണയെങ്കിലും അവിടെ ഇരുന്ന് ഒപ്പിക്കാവുന്ന രീതിക്ക് ഒപ്പിച്ച് നല്ല രീതിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സമയം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു. പരസ്പരം മൊബൈൽ നമ്പറുകൾ കൈമാറി. അനീഷുമായി സെറ്റാവാൻ തന്നെ നിമ്മിയായി സെറ്റാവാൻ അനീഷും മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ടാണ് കുമിളിയിൽ നിന്ന് അവർ പിരിഞ്ഞത്. പോകുമ്പോൾ അവളുടെ കെട്ടിയവൻ വീട്ടിലേക്കും ക്ഷണിച്ചിരുന്നു അവനെ. ഒറ്റ യാത്ര കൊണ്ട് നിമ്മി എന്ന ലവളെ വളച്ച സന്തോഷത്തിലായിരുന്നു നമ്മുടെ അനീഷ്. അങ്ങനെ അടുത്ത ദിവസമായി. നാളെ മുതലേ ജോലിക്ക് കയറുന്നുള്ളൂ എന്ന് തീരുമാനിച്ച അനീഷ് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ സമയം ഏതാണ്ട് 9 മണിയോടടുത്തിരുന്നു. പുതപ്പിനിടയിൽ കൂടി അരിച്ചു കയറുന്ന തണുപ്പിൽ ഉറക്കം നഷ്ടപ്പെട്ട് ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ കട്ടൻ ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് അടുക്കളയിലേക്ക് കയറിയത്. അപ്പോൾ താഴെ മുറ്റടിക്കുന്ന ശബ്ദം കാതിലേക്ക് പാഞ്ഞെത്തി. മുകളിലെ ജനലിൽ കൂടി അനീഷിൻ്റെ കണ്ണുകൾ താഴേക്ക് പതിച്ചു. ഇപ്പോഴും ഈ കാടിന് നടുവിൽ
ഇരുട്ടും മഞ്ഞും മൂടിയ അന്തരീക്ഷമാണെങ്കിലും താഴെ നിന്ന് മുറ്റമടിക്കുന്നത് നജ്മ താത്തയാണെന്ന് അനീഷിന് മനസ്സിലായി. പിന്നെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ താത്തയെ കാണാൻ. കുറച്ച് നാൾ മുൻപ് വരെയും ഈ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അനീഷിൻ്റെ ഒരേയൊരു മാമൻ ചന്ദ്രനായിരുന്നു. ആ വഴിയാണ് അനീഷും ഇവിടേക്ക് ജോലി വരുന്നത്. ഈ കാണുന്ന റബ്ബറും ഏലവും കുരുമുളകും ഒക്കെ ഇവിടുത്തെ പ്രമാണി കബീർക്കയുടെയാണ്. ചെറുപ്പകാലത്ത് ജോലിയും കൂലിയില്ലാതെ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞപ്പോൾ ചന്ദ്രനും കബീറും കൂടി കൊല്ലത്ത് നിന്ന് വണ്ടി കയറിയ ഹൈറേഞ്ചിലേക്ക്. രക്ഷപ്പെടാതെ നാട്ടിലേക്കൊരു തിരിച്ചു പോക്കില്ലെന്ന് ഉറപ്പിച്ച് രണ്ടുപേരും ഒരുപാട് ജോലികൾ ചെയ്തെങ്കിലും ഒന്നും അങ്ങോട്ട് ഗുണപ്പെട്ടില്ലെന്ന് പറയുന്നതാവും ശരി. അങ്ങനെ പല ജോലികളും ചെയ്ത് അവസാനം എത്തിപ്പെട്ടതായിരുന്നു അബ്ദുള്ളക്കുട്ടി ഹാജിയാരുടെ എസ്റ്റേറ്റിൽ. അങ്ങനെയാണ് ചന്ദ്രനും കബീറും ഒരു സ്ഥിരം ജോലിയാവുന്നത്. വേഗം തന്നെ അവർ ഹാജിയാരുടെ മനം കവർന്നു. കുടുംബത്തിൽ പോലും ആവേശത്തിലാക്കും സ്വാതന്ത്ര്യം. ഇതിനിടയിൽ കബീർക്ക ഹാജിയാരുടെ മകളുമായി അടുപ്പത്തിലാവുന്നതും രാത്രികളിൽ ചന്ദ്രനെ കാവലം നിർത്തി പണിയുന്നതും വീട്ടിൽ കയറുന്നതും ഒക്കെ പലതവണ ഹാജിയാരുടെ മോളെ ഇതാക്കിയിട്ടുണ്ടെങ്കിലും കബീർ ഒരിക്കൽ പിടിക്കപ്പെട്ടു. നാട്ടിലായിരുന്നെങ്കിൽ നല്ല തല്ല് കിട്ടേണ്ട കേസിന് കബീറിന് കിട്ടിയത് സുന്ദരിയായൊരു പെണ്ണിനെയും ഹാജിയർ ഉണ്ടാക്കിയ സാമ്രാജ്യവുമായിരുന്നു. മോളുടെ ഇഷ്ടത്തിന് ഹാജിയർ പിന്നെ മറുത്തൊന്നും ചിന്തിക്കാതെ കബീറിന് വിവാഹം കഴിച്ച് നൽകുകയായിരുന്നു. അവിടെ നിന്ന് കബീർ മുതലാളിയും അനീഷിൻ്റെ മാമൻ ചന്ദ്രൻ അയാളുടെ പിടിച്ചുവെപ്പുകാരനുമായി മാറി. 4 പെൺമക്കളായിരുന്നു ഹാജിയർക്ക്. മൂത്തതിനെ കബീർ സ്വന്തമാക്കുന്ന സമയത്ത് ഇളയവൾക്ക് 6-7 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു. പ്രായം കൂടിക്കൂടി വന്ന ഹാജിയാർ എല്ലാം കബീറിനെ ഏൽപ്പിച്ച് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ ബാക്കിയുള്ള പെൺമക്കളെയും കബീർ ഉത്തരവാദിത്തമുള്ള മരുമകൻ എന്ന നിലയിൽ ആർഭാടമായിട്ട് തന്നെയായിരുന്നു വിവാഹം കഴിച്ചു വിട്ടത്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയി. സ്വത്തുക്കളും സുന്ദരിയായ ഭാര്യയൊക്കെ കിട്ടിയെങ്കിലും ഒരു കുഞ്ഞിനെ 2 പേർക്കും കിട്ടിയില്ലായിരുന്നു. വർഷം 10-14 ഇപ്പോഴും കബീറിൽ അതിനുള്ള പണിയെടുക്കുന്നുണ്ടെങ്കിലും കെട്ടിയവൾക്ക് പറ്റിയിരുന്നില്ല. അങ്ങനെയാ 17-ാം വയസ്സിൽ വിവാഹം കഴിപ്പിച്ച് കോട്ടയത്തേക്ക് അയച്ച ഹാജിയാരുടെ ഇളയ മക്കൾ നജ്മ 1 വർഷത്തെ ദാമ്പത്യ ജീവിതവും മതിയാക്കി തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ആ ബന്ധം കളഞ്ഞെങ്കിലും പിന്നീട് നജ്മയ്ക്ക് വന്ന് 2ാം കെട്ടുകാർക്കെല്ലാം വേണ്ടിയിരുന്നത് പണം. അത് മാത്രമായിരുന്നു. സ്വന്തം മകളെപ്പോലെ വളർത്തി നജ്മയ്ക്ക് ഇങ്ങനൊരവസ്ഥ വന്നതിൽ കബീറിൻ്റെ കെട്ടിയോൾക്കും വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ കെട്ടിയോളുടെ നിർബന്ധപ്രകാരം നജ്മയെ വിവാഹം കഴിക്കണമെന്നും അതുവഴി ഒരു കുഞ്ഞുണ്ടാവണം എന്നൊക്കെ കബീറിനോട് പറയുന്നത്. ആദ്യം കബീറും എതിർപ്പ് പറഞ്ഞെങ്കിലും നജ്മയുടെ സൗന്ദര്യം അത് ശരിക്കും ആസ്വദിക്കാൻ തുടങ്ങിയ അയാൾ 42-ാം വയസ്സിൽ 19-കാരിയെ വിവാഹം കഴിക്കുന്നത്. പിന്നെ കബീറിനൊരു രാജയോഗം തന്നെയായിരുന്നു ജീവിതത്തിൽ സംഭവിച്ചത്. മൂത്തതിനെയും ഇളയതിനെയും മാറി മാറി ആക്കാമല്ലോ. നജ്മയ്ക്ക് വേഗം തന്നെ അതുമായി. ഒരാൺകുഞ്ഞിന് നജ്മ ജന്മം നൽകുമ്പോൾ ഇരിക്കപ്പുറത്ത് ഇല്ലാതിരുന്ന കബീർ 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവളുടേതിൽ വീണ്ടും വിത്തുപാകി. ഇന്ന് കബീറയ്ക്ക് വയസ്സ് 65 കഴിഞ്ഞിരുന്നു. നജ്മയുടെ 2 മക്കളുടെയും വിവാഹം കഴിഞ്ഞു. മൂത്ത മകൻ്റെ ഭാര്യയും നജ്മ താത്തയും പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് 3-4 വർഷമാകുന്നു. ഇവിടുത്തെ ജോലികളും കാടും മേടൊക്കെ ഒട്ടും ഇല്ലാതിരുന്ന നജ്മയുടെ മകൻ ഇപ്പോൾ ഗൾഫിൽ കാശ് വരുന്ന തിരക്കിലും. കബീറിക്കയും ഭാര്യയും ഇപ്പോഴും ആ പഴയ തറവാട്ടിൽ തന്നെയാണ്. ഇനി പഴയ കബീറിനെയും ചന്ദ്രനെയും കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ലെന്ന് മനസ്സിലാക്കി തുടങ്ങിയ നിമിഷത്തിലായിരുന്നു കബീറിൻ്റെ പിടിച്ചുവെപ്പുകാരനും വിശ്വസ്തനും അതിലുപരി അനീഷിൻ്റെ മാമനുമായ ചന്ദ്രൻ സ്വയം വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങിയതും ആ ഒഴിവിലേക്ക് അനീഷിനെ വണ്ടി കയറ്റി ഇടുക്കിയിലേക്ക് വിട്ടതും. ഇവിടെ വന്നതിന് ശേഷം പെണ്ണുങ്ങൾ അവനൊരു വീക്ക്നെസ്സായി മാറിയെങ്കിലും കമ്പനി കാര്യങ്ങളിലും ഇടപാടുകളിലും ഒക്കെ ചന്ദ്രനെ കവച്ചു വെക്കുന്ന പ്രകടനമായിരുന്നു അവൻ്റേത്. അങ്ങനെ വേണം അല്ലേ? 3-4 മാസത്തോളം ടൗണിലുള്ളൊരു ലോഡ്ജിലായിരുന്നു താമസം. എന്നാൽ ജോലി നല്ലപോലെ ചെയ്യുന്നവന് പണവും സ്നേഹവും വാരിക്കോരി നൽകുന്ന കബീറിക്ക അനീഷിൻ്റെ എസ്റ്റേറ്റിന് തൊട്ടടുത്ത് താമസിക്കുന്ന 2ാമത്തെ ഭാര്യ നജ്മയുടെ ഔട്ട് ഹൗസിലേക്ക് താമസ സൗകര്യം ഒരുക്കി നൽകി.
അത് നജ്മയ്ക്കും മരുമകൾക്കും വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. ഒന്നാമത്തെ കാര്യം, രണ്ടുപേരും ഈ കാടിന് നടുവിലെ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. പിന്നിപ്പോൾ എസ്റ്റേറ്റിലെ കണക്കും കാര്യങ്ങളൊക്കെ കൂടുതലും നോക്കുന്നതും വിലയിരുത്തുന്നതും ഒക്കെ നജ്മ താത്തയാണ്. 10-25 തൊഴിലാളികളോളം ഉണ്ട് എസ്റ്റേറ്റിൽ, പല പല ജോലികളിൽ ഏർപ്പെടുന്നവർ. എന്നിരുന്നാലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിൽ തന്നെയാണെന്ന് പറയുന്നത് പോലെയാണ് അനീഷും. അവസരം ഒത്തു കിട്ടിക്കാൽ ജോലിക്കാരി പെണ്ണുങ്ങളുടെ അവിടെ ആയിരിക്കും അവൻ്റെ പരിപാടി. എന്നാൽ ഇവിടേക്ക് താമസം മാറിയ നാൾ മുതൽ അവനെ ഏറെ കൊതിപ്പിക്കുന്നതും മത്തു പിടിപ്പിക്കുന്നതും നജ്മത്താത്തയും മരുമകൾ ആസിയയുമാണെന്ന് വേണമെങ്കിൽ പറയാമെന്നല്ല, അത് തന്നെയാണ് സത്യവും. ശരീരം കോച്ചി വലിക്കുന്ന തണുപ്പിൽ ഏലക്കയും പൊട്ടിച്ച് കട്ടൻ ചായയിലിട്ട് കുടിച്ചു കഴിഞ്ഞതും കുറേ ദിവസം തണുപ്പ് തട്ടാതിരുന്ന മനസ്സും ശരീരവും വീണ്ടും ഇടുക്കിയുമായി പൊരുത്തപ്പെട്ടിരുന്നു. തിരിച്ചു വന്ന കാര്യം താത്തയൊന്ന് അറിയിക്കാനും ആ ഒരിത് കണ്ട് ആസ്വദിക്കാനുമായി അവനെ കോണിപ്പടി ഇറങ്ങി മെല്ലെ മെല്ലെ താഴോട്ട് വന്നു. ഇപ്പോഴും താത്തയുടെ മുറ്റഴി തീർന്നിട്ടില്ലായിരുന്നു. ഇവിടെ പുതിയ വീട് പണിയും മുൻപും അനീഷ് താമസിക്കുന്ന കെട്ടിടം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. കടമുറികൾ പോലെ 2 നിലകളിലായി നീളത്തിൽ പണിതിട്ടിരുന്നത് ഏലവും കുരുവളവും ഒക്കെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ മുകളിൽ അനീഷിൻ്റെ താമസ സ്ഥലമാണ്. താഴേന്ന് മേലേക്ക് തടികൾ കൊണ്ടുണ്ടാക്കി കോണിപ്പടി ഇറങ്ങി വരുന്ന ശബ്ദം കേട്ടതും നജ്മ നിവർന്നു നിന്ന് അങ്ങോട്ടൊന്ന് നോക്കി. പ്രതീക്ഷിക്കാത്ത സമയത്ത് അവനെ കണ്ടതും താത്ത നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. വെളുപ്പിനെയാണോ അനീഷ വന്നേ? നജ്മ അതും ചോദിച്ച് അവൻ്റെ അടുക്കലെത്തി. ആ താത്ത, ഞാൻ 4 മണിയായപ്പോൾ എത്തി. ലീവിന് പോയ ആളിനെ ഇന്നോടി കണ്ടില്ലെങ്കിൽ വിളിക്കണമെന്ന് വിചാരിച്ചതാ. വിളവെടുപ്പ് സമയമല്ലേ. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ താത്ത. അവൻ അതും പറഞ്ഞ് പതിവ് പോലെ താത്തയെ അട്ടിമുടിയൊന്ന് ഒഴിഞ്ഞു. കാര്യം, താത്തയ്ക്ക് 10-40 വയസ്സ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അമ്മായിയമ്മയും മരുമകളും ഒരുമിച്ച് പുറത്തിറങ്ങിയ ചേട്ടത്തി അനിയത്തിയാണെന്നേ പറയൂ. അനീഷിന് പോകുന്നുണ്ടോ എസ്റ്റേറ്റിലോട്ട്? ഇല്ല താത്ത, വന്നതിൻ്റെ നല്ല ക്ഷീണവും പിന്നെ മുടിഞ്ഞ തണുപ്പും. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തണുപ്പ് നല്ലപോലെ കൂടിയിട്ടുണ്ട്. ഇങ്ങനെ വിറച്ചുകൊണ്ട് നിന്ന് അനീഷിനെ കണ്ട് ചിരിച്ചുകൊണ്ട് നജ്മ ഇങ്ങനെ കളിയാക്കി. എന്നാൽ ഈ സമയം അനീഷിൻ്റെ കണ്ണ് പറഞ്ഞത് നജ്മയുടെ അവിടേക്ക് തന്നെയായിരുന്നു. ഒരു മഞ്ഞ നിറത്തുള്ളൊരു കോട്ടൺ നൈറ്റി, അതായിരുന്നു വേഷം. 5 അടി പൊക്കവും ആവേശത്തിന് വണ്ണമൊക്കെ ആളിന് ഉള്ളെങ്കിലും നജ്മയെന്ന് ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് താത്തയുടെ മുന്നഴകും പിന്നഴകൊക്കെ തന്നെയായിരുന്നു. ആ നൈറ്റി അതൊക്കെ അതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എന്തോ പെട്ടെന്നൊരു ആസ്വാദനം. കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്ര സംഭവമുണ്ട്, മുന്നും പിന്നും എല്ലാം. അങ്ങനെ ആ തണുപ്പിൽ താത്തയുടെ അതൊക്കെ കണ്ട് അനീഷാക്കിങ്ങനെ മത്ത് പിടിച്ചു നിന്നു. ചിരിക്കുമ്പോൾ ഇങ്ങനെ കുലുങ്ങൂലോ, അപ്പോൾ കുറച്ചുകൂടെ ഉണ്ടെങ്കിലോ, അതൊക്കെ തന്നെയല്ലേ. താത്തയും ചില്ലറക്കാരിയൊന്നും അല്ല. ആളുടെ നോട്ടം അനീഷിനെയൊക്കെ തന്നെയാണ്. അങ്ങനെ 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ രസിക്കുമ്പോഴായിരുന്നു വീടിനുള്ളിൽ നിന്ന് ഉമ്മ എന്നുള്ളൊരു നീട്ടി വിളി എത്തിയത്. പെട്ടെന്ന് തന്നെ ആസ്വാദനത്തിൽ നിന്ന് വിട്ടുമാറിയ അനീഷും നജ്മയും ഒരേപോലെ അങ്ങോട്ട് നോക്കി. വാതിൽ മരുമകൾ ആസിയ അവൾ ഫോൺ ഉയർത്തി കാണിച്ചതും നാം വരുന്നെന്നും പറഞ്ഞ് അവൾ അതിങ്ങനെതാക്കി അവിടെ നിന്ന് നടന്നു. രസം മുറിഞ്ഞ നീരസത്തിൽ അവൻ മുകളിലേക്ക് കയറി. സമയം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ഉച്ചയ്ക്കൊരു പുറത്തൊക്കെ പോയി ആഹാരമൊക്കെ കഴിച്ച് വീട്ടിലെത്തിയ അനീഷ് ബെഡിലേക്ക് കിടന്ന് ഫോൺ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഒരു ഉദ്ദേശം മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തായിരുന്നു ഊഹിക്കാവോ? വേറെന്താ, നമ്മുടെ നിമ്മി ചേച്ചി. അവളെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ അവനൊന്ന് സെറ്റായി. ആ കിടപ്പിൽ അങ്ങനെ കിടന്ന് ഓരോന്നാക്കി അനീഷ് നിമ്മിയുടെ ഫോണിലേക്കൊരു മിസ് കോൾ അടിച്ചിട്ട് വാട്സപ്പ് ഓപ്പണാക്കി ഒരു മെസ്സേജ് അയച്ചു. അവൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും മൊത്തത്തിൽ അടിമയാക്കിക്കൊണ്ട് നിമ്മിയുടെ ഓർമ്മകൾ അവനിൽ അലയടിച്ചു. അവളെ ഓർക്കുന്നതും സിനിമാ നടി മീര വാസുദേവനെ ഓർക്കുന്നതും ഒക്കെ ഒരുപോലായിരുന്നു.
അത്രയ്ക്കും പെർഫെക്റ്റ് ആയിരുന്നു രണ്ടുപേരുടെയും മുഖച്ഛായയും എല്ലാവും. അങ്ങനെ നിമിഷങ്ങൾ മുന്നോട്ട് നീങ്ങി. നിമ്മിയുടെ ഫോണിൽ നിന്ന് അനീഷിൻ്റെ ഫോണിലേക്ക് മെസ്സേജുകൾ പാഞ്ഞെത്തി. ഹായ് ഹായ് നിമ്മി ചേച്ചി, ഓർമ്മയുണ്ടോ നമ്മളെയൊക്കെ? ഓ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇന്ന് ജോലിക്ക് പോയില്ലേ? എന്ത് പറയിപ്പിക്കാൻ, ഇന്നലെ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമാണ്. കാണും കാണും, പണി കുറേ എടുത്തതല്ലേ ഇന്നലെ. വളരെയധികം അടുപ്പമുള്ള ആളിനെ പോലെ നിമ്മിയുടെ മെസ്സേജുകൾ ഫോണിൽ നിറഞ്ഞു തുടങ്ങി. പണിയെടുക്കണമെങ്കിൽ ചേച്ചി വിചാരിക്കണം. അയ്യടാ, മോനത് ആലോചിച്ചാണോ ഈ ഉച്ച സമയത്തിരിക്കുന്നത്? ഞാൻ ഇരിക്കല്ല, കിടക്കുക. ആണോ? ഞാൻ ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചാൽ ഒന്ന് ഉറങ്ങും. ഒറ്റയ്ക്കാണോ അതോ കൂടെ ഇറങ്ങാൻ ചേട്ടനും കാണുമോ? എന്താ മോനെ, എന്നെ ഉറക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഉറക്കാൻ ഉദ്ദേശമൊന്നുമില്ല, പക്ഷെ ഒന്ന് പണിയാൻ ഉദ്ദേശമുണ്ട്. എന്തേ? അങ്ങനെ പലതും തോന്നും, പ്രായം അതല്ലേ. അതായിരിക്കും ഇവിടെ ഒരുത്തന് ഇരിക്കപ്പുറതി ഒട്ടുമില്ലാത്തത്. ഇനി മാളത്തിൽ കയറാതെ അട്ടക്കില്ല അത്രേ അവൻ, വൃത്തികെട്ടവൻ. ഓ എൻ്റെ ചേച്ചി, ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തപ്പോൾ അവനങ്ങ് സെറ്റായി. അതിരിക്കട്ടെ, എന്നാ ഒന്ന് കാണുന്നേ? സെറ്റാവും ആവും. കാണാൻ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ ഇങ്ങോട്ട്. ആ കാണലല്ല പെണ്ണെ, നമുക്ക് ഒരുമിച്ചൊന്ന് മനസ്സറിഞ്ഞൊന്ന് കാണണ്ടായോ? എപ്പോഴും ഈ ചിന്ത മാത്രമേ ഉള്ളൂ. ഞാനങ്ങ് വരട്ടെ, ഈ നെമ്മിപ്പെണ്ണിനെ പറമ്പിലിട്ട് നല്ല രീതിക്കൊന്ന് പണിതെടുക്കാൻ. എങ്കിൽ അതൊന്ന് കാണണമല്ലോ. എന്ത് വേണേലും കാണിക്കാം. ചേച്ചി മദ്യം മറന്നൊന്ന് സഹകരിച്ചാൽ മതി. എടാ ചെറുക്ക, ചേട്ടൻ 24 മണിക്കൂറും വീട്ടിൽ കാണും. അതിനിടയിലാണ് നിൻ്റെ കൂടെ സഹകരിക്കുന്നത്. അതിരിക്കട്ടെ, എന്നിട്ട് കെട്ടിയവരെവിടെ പോയി? 1-2 കമ്പനിക്കാർ കുപ്പിയും വാങ്ങി വന്നിട്ടുണ്ട്. അത് കുടിക്കാനായി പറമ്പിലോട്ട് ഇറങ്ങി. അത് കൊള്ളാലോ, ചേട്ടൻ രണ്ടോട് അടിച്ചിട്ട് വന്ന് കയറി മെതിക്കുമല്ലോ എൻ്റെ പെണ്ണിനെ. പോടാ, അടിച്ചാ പറമ്പൊന്നോ വീടൊന്നൊന്നുമില്ല, ശല്യം ചെയ്യാതെ അവിടെ അങ്ങ് കിടന്നുറങ്ങിക്കോളും. എങ്കിൽ പിന്നെ എളുപ്പമായല്ലോ കാര്യങ്ങൾ. ചേട്ടന് വേണ്ടാതെ കിടക്കുന്ന പറമ്പി ഞാനങ്ങ് വിത്ത് ചെയ്താൽ പോരെ? എങ്ങനെ? ഞാനും അതുപോലൊരു കുപ്പിയും വാങ്ങി വീട്ടിലോട്ട് വന്നാൽ എളുപ്പമായില്ലേ കാര്യങ്ങൾ? ചേട്ടൻ മാറിയിരുന്ന് കുപ്പിപ്പെട്ട് ചടിക്കുമ്പോൾ നമുക്കിവിടെ കിടന്ന് ആ ഓ, വല്ലാത്ത ബുദ്ധി തന്നെ. ബുദ്ധിയൊന്നും അല്ല ചേച്ചി, എനിക്ക് ചേച്ചി കണ്ടപ്പോൾ തുടങ്ങിയൊരാഗ്രഹം മൊത്തത്തിലൊന്ന് ഉഴുതുമറിക്കണമെന്ന്. ഈ കണക്കിന് പോയാൽ നീ എൻ്റെ പറമ്പ് മുഴുവൻ നശിപ്പിക്കുമല്ലോടാ. തിന്നുമ്പോൾ മതിമറന്ന് തിന്നണം പെണ്ണെ, അതല്ലേ സുഖം. അയ്യടാ, കൂടുതലൊക്കെ ഇതാക്കണ്ട കേട്ടാ. അതെയല്ലോ പോലെ വലത് കയ്യിൽ ഫോണും ഇടത് കയ്യിൽ അയ്യേ, നീ എന്നെ ഓർത്തിട്ടാണോ കിടക്കുന്നേ? പിന്നല്ലാണ്ട് ചേച്ചി ഓർക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. എന്നാ കൂടുതൽ ഓർത്ത് ക്ഷീണിക്കണ്ട കേട്ടോ. എന്താ അതോ, ഇവിടെ ഒരു പറമ്പ് ആള് കയറാതെ കിടന്ന് കാട് പിടിക്കല്ലേ, ഒട്ടനെ തന്നെ വന്ന് അതൊന്ന് ഉഴുതു മറിക്കണേ. അതാ ക്ഷീണിക്കരുതെന്ന് പറഞ്ഞ്. ഓ അങ്ങനെ, മനസ്സിലായി മനസ്സിലായി. നിമ്മിയുടെ പറമ്പല്ലേ, അത് ഞാൻ ശരിക്കും ഇളക്കി മറിക്കും, നോക്കിക്കോ. എന്നാ അതൊന്ന് കാണണം. പിന്നങ്ങിട്ട് അവർ ഇമ്മാതിരി സംസാരം കുറച്ചും കൂടെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിന്ന് വേണം പറയാൻ. അങ്ങനെ അവർ സംസാരിച്ച് ഇങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുമ്പോഴാണ് വീഡിയോ കോൾ അനീഷ് പെട്ടെന്ന് ഓണാക്കിയതും അതിനിമ്മി പെട്ടെന്ന് അറ്റൻഡ് ചെയ്തതും. സ്ക്രീനിലാണേ അവൻ്റേതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആഗ്രഹിച്ചപ്പോൾ തന്നെ മുന്നിലേക്ക് വന്ന് അതിനെ കണ്ടപ്പോൾ കണ്ണിമ വെട്ടാതെ നമ്മുടെ നിമ്മിപ്പെണ്ണ് നോക്കി നിൽക്കുക. പിന്നെ വീഡിയോ കോളിലായിരുന്നു പ്രഹസനം. എന്തൊക്കെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അവരവരുടേതായിട്ടുള്ള ലോകത്തിലും സംസാരത്തിലുമായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ അതിലൂടെയായി പരിപാടി. അങ്ങനെ രണ്ടുപേരും മെല്ലെ ആ വർത്തമാനവും പറഞ്ഞ് വിശേഷങ്ങളും പറഞ്ഞ് പരിപാടി ഫോണിലൂടെ നടത്തിയും സംസാരം അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ ബൈ പറഞ്ഞ് ഫോൺ മാറ്റിവെച്ച അനീഷ് മെല്ലെ മെല്ലെ ഉച്ചമയക്കത്തിലേക്ക് വീങ്ങി. സമയം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. ഒരു 4 മണി കഴിഞ്ഞതും നല്ല പോലെ തണുപ്പ് വീണ് തുടങ്ങിയിരുന്നു. ഉച്ചയിറക്കൊക്കെ എഴുന്നേറ്റ് അനീഷ് വെറുതെ താഴേക്കിറങ്ങി വരുമ്പോഴാണ് നജ്മ താത്ത വീടിൻ്റെ സൈഡിലെ തൊടിയിൽ എന്തോ പണി ചെയ്യുന്നത് കണ്ടത്.
അങ്ങനെ നിന്ന് പണി ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖം അവന് കിട്ടി. അവനൊന്ന് സെറ്റായി. അവനിങ്ങനെ മെല്ലെ നജ്മയുടെ അടുത്തേക്ക് നീങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇവിടേക്ക് താമസം മാറിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എത്തിയ അടുത്ത് കിട്ടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. മറ്റേത് ആകെ ലീവ് കിട്ടുന്നത് നാട്ടിൽ പോകുന്നവരും മാത്രം. അതെ, സഹായം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. അവൻ അതും പറഞ്ഞ് അടുത്തേക്ക് എത്തിയതും നജ്മ തിരിഞ്ഞു നോക്കിയെന്ന് ചിരിച്ചു. ഇനിയും നിർത്തിയ വല്ല കിളികളും കൊത്തി നശിപ്പിക്കും അനീഷെ. ഇത്തത് പറയുമ്പോൾ അവൻ്റെ കണ്ണു പോയത് എവിടേക്കോ ആയിരുന്നു. ഷോളില്ലാത്തത് കൊണ്ട് നല്ല രീതിക്ക് അറിയുകയും ചെയ്യാം. അവൻ അവിടെ തന്നെ കണ്ണിമ വെട്ടറ നോക്കി വെള്ളമിറക്കി നിന്നു. നല്ല മൂത്തതാണല്ലോ കണ്ടിട്ട് വരയ്ക്കുകയാണെന്ന് തോന്നുന്നു. അവൻ അവിടെ തന്നെ നോക്കിയായിരുന്നു അത് പറഞ്ഞത്. അത് കേട്ട് നജ്മയൊന്ന് ചിരിച്ചു. വെട്ടാമോ അനീഷേ, എനിക്കങ്ങോട്ട് കൈയെത്തുന്നില്ല. അവൾ കയ്യിലിരുന്ന് വെട്ടുകത്തി നീട്ടി ചോദിക്കുമ്പോൾ അവനത് വാങ്ങി കുറച്ചുകൂടി പ്ലാവിൻ്റെയും താത്തായുടെയും അരികിലേക്ക് നീങ്ങി. ചക്കയെന്ന് താങ്ങിക്കോ താത്ത, ഞാൻ വെട്ടാം. അനീഷേ അങ്ങനെ രണ്ട് കൈകളും തൂങ്ങിക്കിടക്കുന്ന ചക്ക താങ്ങുമ്പോൾ അവൻ്റേത് അവിടെ സെറ്റായിട്ടിങ്ങനെ നിൽക്കുമായിരുന്നു. ആളിങ്ങനെ ചക്കയും പിടിച്ച് താങ്ങി നിൽക്കുകയാണല്ലോ. അവനിങ്ങനെ വെട്ടോത്തി വെച്ച് വെട്ടാൻ തുടങ്ങിയപ്പോഴേക്കും ആ നിന്ന കോലൊക്കെ കണ്ട് അവൻ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. പക്ഷേ ശരിയാവില്ലല്ലോ. പിന്നെ നല്ലതാണോ ചീത്തതാണോ എന്ന് വെട്ടി നോക്കണ്ടായോ എന്നുള്ള സംസാരത്തിൽ വെട്ടിക്കോന്ന് ആളും പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയാലും പിന്നെ ഞാൻ തന്നെ ചെയ്യണ്ടായോ? നജിയ ഒരു താല്പര്യമില്ലാതെയായിരുന്നു അത് പറഞ്ഞത്. എന്നാൽ അതൊരു പിടിവള്ളിയാക്കി അനീഷ് ഒന്നെറിഞ്ഞു. അതെന്താ, ആസി എവിടില്ലേ? രാവിലെ മരുമകളെ കണ്ടെങ്കിലും അവൻ വെറുതെ ഒന്ന് ചോദിച്ചു. ഓ, അതുള്ളതും ഇല്ലാത്തതൊക്കെ കണക്കാ അനീഷ്. അവൾ എപ്പോഴും മുറി തന്നെയാണ്. താത്ത തന്നെ നാടൻ പെണ്ണുങ്ങളെപ്പോലെ മനസ്സ് തുറന്നതും അവനൊന്ന് ചിരിച്ചു. കൂട്ടുകൂടാനും സംസാരിക്കാനൊന്നും ആരുമില്ലല്ലോ, അതായിരിക്കും. അവനതും പറഞ്ഞ് കുത്തിയിരുന്ന് ചക്കയുടെ നടുഭാഗം നോക്കിയൊന്ന് വെട്ടി. ഒന്ന് രണ്ട് വെട്ടി തന്നെ വഴുപ്പായ ചക്ക പിളർന്നതും നിവർന്നു നിന്ന നജ്മ അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇരുന്ന് ഒരു പീസിളക്കി വായിലേക്ക് വെച്ചു. എങ്ങനെയുണ്ട് താത്ത, കൊള്ളാവോ? ആ, നല്ല മധുരണ്ട് അനീഷേ. നജ്മ അവനെ നോക്കിയത് പറഞ്ഞ് താഴേക്ക് നോക്കിയതും അവളൊന്ന് ഞെട്ടി. അവൻ അങ്ങനെ കുത്തിയിരുന്നപ്പോഴേ സംഭവം നല്ല ഇതായത് കാരണം താഴേക്ക് കിടന്നത് ആള് കണ്ടു. എന്തു പറയണം എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണുകൾ പിൻവലിക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലായിരുന്നു അവൻ്റെ പെരുമാറ്റവും. അനീഷ് വീണ്ടും ചക്ക ചെറിയ പീസുകളായി വെട്ടിമാറ്റി ഉള്ളിലെ മടലും കളഞ്ഞ് നജ്മയുടെ അരികിലേക്ക് നീക്കിക്കൊടുത്തു. പക്ഷേ കുത്തിയിരുന്ന നജ്മയുടെ മനസ്സ് പൂർണ്ണമായും ചക്കയിൽ നിന്ന് അനീഷിൻ്റെ അവിടേക്ക് ഇങ്ങനെ നീങ്ങിയിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര രസമുള്ളത് അവൾ കാണുന്നത്. ശരിയാ അല്ലേ? നല്ല മധുരമുള്ള അവനും ഒരു ചക്കച്ചുള വലിച്ചു കീറി വായിലാക്കി ഇങ്ങനെ പറഞ്ഞു. എന്നാൽ നജ്മ ഇതൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്. നോട്ടം പൂർണ്ണമായും അവിടേക്കായി. പറഞ്ഞതിന് മറുപടിയൊന്നും കിട്ടാതെ വന്നതും ചക്കയിൽ നിന്ന് കണ്ണെടുത്ത് അവൻ അവളെ നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ അവിടേക്ക് നോക്കിയിരിക്കുന്നതാണ്. അനീഷ് അപ്പം വേഗം തന്നെ കുനിഞ്ഞു നോക്കിയിട്ട് അയ്യെന്നും പറഞ്ഞ് വേഗം കയ്യിൽ വലിച്ചിട്ടു. അവൻ്റെ വെപ്രാളം കണ്ട നജ്മ കുലുങ്ങിയൊന്ന് ചിരിച്ചു. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. നാണം കെട്ടുപോയ ഭാവത്തിൽ അനീഷും മറ്റേ ഭാവത്തിൽ നജ്മയും. കളിയാക്കല്ലേ, ഒരബദ്ധം ഏതൊരാൾക്കും പറ്റൂട്ടോ. അവളുടെ ചിരി കണ്ടുകൊണ്ട് പറഞ്ഞു. ഉവ്, പാമ്പ് തലപൊക്കി നോക്കിയ പോലെ ഉണ്ട്. വെറുതെ വിടാൻ ഭാവമില്ലാത്തവളെ പോലെ അവൻ വീണ്ടും കളിയാക്കി. എന്നാൽ താത്തയുടെ മുഖത്തുള്ള ചിരിയും ഉണ്ടായിരുന്ന ആ ഒരു ഭാവവും അവൻ വീണ്ടും ഒരു ചക്കച്ചുളയെടുത്ത് അതിങ്ങനെ ആക്കി. തണുപ്പൊക്കെ തുടങ്ങിയില്ലേ താത്ത, ചൂടുതടി ഇറങ്ങിയതാവും. അവളുടെ കളിയാക്കലും ചിരിയും ഓവറായപ്പോൾ അവനും അതുപോലെ തന്നെ മറുപടി നൽകി. വേഗം ഒരു കല്യാണമൊക്കെ കഴിക്ക്, അതാകുമ്പോൾ സമയത്തിന് ചൂട് കിട്ടും. നജ്മ അതും പറഞ്ഞ് അവനെ ഒന്ന് നോക്കി. നജ്മ ഓപ്പണായിട്ട് സംസാരിക്കുന്നതിലും അമ്മാതിരി വർത്തമാനം പറയുന്നതിലുള്ള ഞെട്ടലിൽ തന്നെയായിരുന്നു അവനും. അതിങ്ങനെ മെല്ലെ സെറ്റായി തുടങ്ങി. അതിന് കല്യാണം കഴിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. മുന്നിലിരിക്കുന്ന സുന്ദരിയെ കണ്ട് എത്തി നോക്കിയതായിരിക്കും ചിലപ്പോൾ.
അനീഷിൻ്റെ സംസാരം കേട്ട് നജ്മയ്ക്ക് മുന്നതായി. സുന്ദരി എന്നൊക്കെ ഇതുപോലെ അടുത്തിരുന്ന് വിളിച്ച് സുഖിപ്പിച്ച വീഴാത്ത പെണ്ണുങ്ങളില്ലല്ലോ. താത്തയ്ക്ക് നല്ലപോലെ ഇതായി അവന് മനസ്സിലായി. ഓ, 10:40 കഴിഞ്ഞ് എനിക്കിവിടുന്ന് അനീഷ സൗന്ദര്യം. ഉള്ളിലെ അടങ്ങാത്ത സൗന്ദര്യം പുറത്ത് കാണിക്കാതെ നജ്മ പറഞ്ഞു. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടല്ലേ താ. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ഇതേപോലെ സൗന്ദര്യ ആരോഗ്യമുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പ്രായം ഇപ്പം കണ്ടാലും 35 കൂടുതൽ അറിയോ. അനീഷ് ശരിക്കും അവളെ ഒന്ന് കൊതിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ഓ, ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല അനീഷെ. പിന്നെ ആരെ കാണാൻ വേണ്ടിയാണ് ഈ കാട്ടിലൊരുങ്ങി കെട്ടിക്കിടക്കുന്നേ? പക്ഷേ ഞാനെന്ന് ശ്രദ്ധിക്കുമല്ലോ. പ്രായം നോക്കിയല്ലോ നമ്മൾ ഓരോരുത്തരെ ഇഷ്ടപ്പെടുന്നത്. ഓ, ഒരാളെങ്കിലും ഉണ്ടല്ലോ നമ്മളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. തീർച്ചയായും ഇനി ഈ കാട്ടിൽ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നടക്കാമല്ലോ. കാണാൻ ഞാനില്ലേ? നോക്കട്ടെ. അവൾ അവനെ നോക്കിയെന്ന് ചിരിച്ചു. നോക്കിയാൽ പോരാ, ശരിക്കും കാണാൻ ആളുണ്ട് കേട്ടോ. തലപ്പൊക്കി നോക്കിയ ആളായിരിക്കും അല്ലേ? നജ്മ വീണ്ടും ചിരിച്ചുകൊണ്ട് കളിയാക്കി. എന്നാൽ അതിനുള്ള മറുപടി പറയാനായി വാതുറക്കുമ്പോഴായിരുന്നു നജ്മയുടെ രണ്ടാം കെട്ടിയവനും എസ്റ്റേറ്റ് മുതലാളിയുമായ കബീറക്കയുടെ കാറ് വഴിയിലൂടെ ഇങ്ങോട്ട് വരുന്നത് കണ്ടത്. അത് കണ്ട് രണ്ടുപേരും മെല്ലെ എഴുന്നേറ്റു. നജ്മ വേഗം തന്നെ ചക്കയും കയ്യിലാക്കി അവനെ നോക്കിയെന്ന് ചിരിച്ച് ഒരൊറ്റ ഓട്ട വീട്ടിലേക്ക്. കാറിൽ നിന്നിറങ്ങിയ കബീറക്കയുമായി കുറച്ചു നേരം സംസാരിച്ച് അനീഷും റൂമിലേക്ക് കയറി. താത്ത ശരിക്കും വീഴുന്ന ടൈപ്പാണെന്ന് മനസ്സിലാക്കി അവൻ്റെ ഉള്ളിൽ അവളെ എങ്ങനെയും വളയ്ക്കണം എന്ന ചിന്ത മാത്രമായിരുന്നു പിന്നീടുണ്ടായിരുന്നത്. അടുത്ത ദിവസം ഇതിന് നല്ല രീതിക്ക് തന്നെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനത് അടുത്ത ഭാഗത്തിൽ പറയാട്ടോ. അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത കഥയ്ക്കായിട്ട് കാത്തിരിക്കുക. വേഗം തന്നെ കാണാം. ബൈ.